ക്ലാസ്സില് എന്തിനാ അതിലടക്ക് മ്യൂട്ടാക്കാം കോള്. എന്താ പറയണ കൂട്ടാമാക്കുന്നു എന്താ ചെയ്യണ? മമ്മന്റെ ഫോൺ എടുത്തിട്ട് വന്നു തരാൻ പറഞ്ഞതാ. ഹലോ Yes, good morning to all. Good morning. Good morning, sir. Yeah. Good morning. Good morning, sir. Okay, good morning to all. Good morning. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ്സിലൊക്കെ ഉണ്ടാകാനല്ല, തിങ്കളാഴ്ചയൊക്കെ ഉണ്ടാകാനാണ്. പക്ഷേ ഇന്നത്തെ ഒരു ടീച്ചറിന്റെ മിസ്സിംഗ് വന്നതുകൊണ്ട് ഞാൻ വന്നതാണ്. My name is Job and I will teach you English. Discuss ചെയ്യുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ക്ലിയർ ആകുന്നില്ല. ക്ലിയർ ആകുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ബാക്കി ഒരിക്കൽ കേൾക്കാമോ?
കുറച്ചാൾക്ക് ക്ലിയർ ഇല്ല. എനിക്ക് ക്ലിയർ ഉള്ള ക്ലിയർ ഇല്ല. ക്ലാസ് സൗണ്ട് ആണോ പ്രശ്നം? ഇപ്പൊ ക്ലിയർ ഉണ്ട്. ക്ലിയർ ഉണ്ട്. ഉണ്ട്. ക്ലിയർ ആണോ? ശബ്ദവും ക്ലിയർ ആണോ? ഓക്കെ റഷീദ. ഓക്കെ യെസ്. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. അപ്പോ ഭാവിയില് അധ്യാപികയാവാനായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. അപ്പൊ ഭാവിയിൽ അധ്യാപിക ആകണമെങ്കിൽ നമുക്ക് ആദ്യം അധ്യാപിക എന്നുള്ളൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടണം. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ ഇന്റർവ്യൂവിൽ ഒന്ന് പങ്കെടുക്കണം. ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിന് ശേഷമാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുകയുള്ളൂ. ആ ഇന്റർവ്യൂവിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂവിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിന്റെ ഉത്തരവും ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ പറയാനായിട്ട് നിങ്ങളെ കുറിച്ച് എന്നുള്ളതാണ് നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് വളരെ ഓക്കെ പാർവതി. ഓക്കെ എല്ലാവർക്കും ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതാന്ന് പറഞ്ഞവരൊന്ന് മ്യൂട്ട് ചെയ്യോ? ക്ലിയർ ആകുന്നില്ല. അതുകൊണ്ട് സാർ ക്ലാസ് തുടങ്ങുമ്പോൾ സാറിന് എല്ലാവരെയും മ്യൂട്ട് ആക്കാൻ പറ്റുമോ? എന്നുവെച്ചാൽ ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സൗണ്ട് ക്ലിയർ ആണ്. സാറ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. പ്രയറില്ലേ? ഒന്ന് കേൾക്കാൻ വയ്യ. ക്ലാസ് നടക്കണാ? എനിക്കും അങ്ങനെ തന്നെ, ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ഒരുപോലെ എന്റെ സ്ക്രീനിൽ ഫുൾ ഒരു യെസ് മാത്രമേ കാണുള്ളൂ. ഫുൾ സ്ക്രീനിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാ. ഓക്കെ അപ്പൊ കുഴപ്പമില്ല. കേൾക്കുന്നില്ല പറയുന്നത്? ഇപ്പൊ കേൾക്കാം സാർ. നിങ്ങളുടെ പ്രോബ്ലം ആയിരുന്നില്ല, ഇവിടുത്തെ ടെക്നിക്കലായ പ്രോബ്ലം ആയിരുന്നു കേട്ടോ. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. സാറ് ക്ലാസ് നിർത്തി പോയോ എന്ന് ചോദിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. യെസ്, ഓക്കെ. ടെക്നിക്കലായ വിഷയം സംഭവിച്ചാണ്. ഓക്കെ. അപ്പൊ നമുക്ക് വേണ്ടത് ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. അപ്പൊ ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിന് ശേഷം
നമ്മുടെ ചോദ്യങ്ങൾക്ക്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയുന്നു. ആ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തോന്നണം ഈ ടീച്ചർ തന്നെ മതി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ എന്ന് അവർ പറയണം. അപ്പൊ അതിന് കുറച്ച് നിങ്ങൾ ഏബിൾ ആക്കുക എന്നുള്ളതാണ് ഈ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടാവാം, കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടാവാം. അപ്പൊ നമുക്ക് ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും കൈപിടിച്ച് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ഒപ്പം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നേരത്തെ ഒരു കുട്ടി വന്നല്ലോ, പാർവതി. പാർവതിയുടെ how are you? എന്തോ How are you? ശബ്ദത്തിൽ പറയൂ, കേൾക്കുന്നില്ല. You are fine. I'm fine. Okay. And Parvati, you are coming from where? Ernakulam district. Oh, very good. Parvati Vijay, suppose you are participating in an interview. ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണ്, ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ പാർട്ടിസിപ്പേറ്റിംഗ് വിചാരിക്കും, സപ്പോസ്. അപ്പോൾ പാർവതി ആ റൂമിനുള്ളിലേക്ക് കയറി, മേ കമിൻ സാർ എന്ന് പറഞ്ഞു. ഓക്കെ, അകത്തേക്ക് കയറി. പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞു. പാർവതി അവിടെ ഇരുന്നു. എന്നിട്ട് ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ സ്കൂളിലെ മാനേജർ ചോദിച്ചു, യുവർ നെയിം ഈസ് പാർവതി? പാർവതി എന്ന് പറയും, യെസ്, മൈ നെയിം ഈസ് പാർവതി. പാർവതി, പ്ലീസ് മേക്ക് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവേഴ്സെൽഫ്. പാർവതി പോയാ? ഇല്ല. പാർവതിയോട് പറയണത്, പാർവതി യു പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവേഴ്സെൽഫ്. എന്ത് പറയും പാർവതി? തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, പറഞ്ഞു. അയ്യോ, ഇംഗ്ലീഷിലോ? നമ്മൾ പഠിപ്പിക്കാൻ പോയത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മലയാളത്തിൽ ചോദിക്കുമോ? ഇല്ല, നമ്മളോട് ഇംഗ്ലീഷിലല്ലേ ചോദിക്കുള്ളൂ, കാരണം നമ്മൾ പോണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയായിരിക്കും. യെസ്, അപ്പോ പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവേഴ്സെൽഫ്. പാർവതിയെ തന്നെ പരിചയപ്പെടുത്താൻ പറയുന്നു. Okay, sir. Good morning. My name is Parvati. I'm coming from Ernakulam district. Yes. I'm completed +2. Yes. പിന്നെ കൂടുതൽ എന്താ പറയണേന്ന് അറിയില്ല. Okay. Very good. Okay, പാർവതി, ഇത്രയും പറഞ്ഞില്ലേ? ഓക്കെ, ഇത്രയും പറഞ്ഞത് തന്നെ പാർവതിക്ക് ആലോചിക്കാനോ ചിന്തിക്കാനോ സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ ആലോചിക്കാനോ ചിന്തിക്കാനോ സമയം കിട്ടാതെ തന്നെ പാർവതി എന്ന് പറഞ്ഞു, ഇത്രയും പറഞ്ഞു. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് പാർവതി എന്നാണ്. ഞാൻ +2 വരെ പഠിച്ചതാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇനി ഞാൻ നസീമിനെ വിളിക്കുന്നത്. നസീമ, ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ പാർവതി എത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഒരുപക്ഷെ പാർവതി പറയാൻ വിട്ടുപോയതും എന്നാൽ നസീമയാണെങ്കിൽ പറയാമായിരുന്നതുമായ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവില്ലേ? അതുകൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് നോക്കാം. തെറ്റുപറ്റുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. തെറ്റിക്കോട്ടെ, ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. തെറ്റ് വരുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യും. അപ്പൊ തെറ്റുപറ്റുക എന്നുള്ളത് അതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട, ആ ഒരു വശത്തേക്ക് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ. Nasima. I'm from Manjeri. Yes. I'm completed +2 equivalency. I have 4 children. Yes. Elder son is engineering work at Dubai. Yes. And one doctor. Yes. Doctor daughter is working at Dubai. She is food technology. Yes. PG completed. Yes. പിന്നെ ഒരു മകൻ എന്താ പറയാ, ഹസ്ബൻഡ് ബിസിനസ്മാൻ. Yes. My father some issues. Yes. Illness from my home. Yes. I'm busy. I'm 40 years. I'm 46 years old. Yes. Yes. പിന്നെ എന്താ പറയാ, എനിക്ക് കിട്ടണില്ല സാറേ. I had breakfast. Okay. No problem. ഇത്രയും പറഞ്ഞില്ലേ?
അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരുപാട് കാലമായി സാറേ ഇതിന്നൊക്കെ വിട്ടുന്നിട്ടെ. ഹൗസ് വൈഫാണ്. എഡ്യൂക്കേഷനൊക്കെ വിട്ടുന്ന ഒരുപാട് കാലായി, വർഷങ്ങളോളായി. ഓക്കെ ഓക്കെ. അങ്ങനെ വർഷങ്ങളോളമായിട്ട് നമ്മൾ വിട്ടു നിന്നിട്ടും ഞാനത് പറഞ്ഞപ്പോ ഓക്കെ ഞാൻ പറയാം, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നല്ല ഞാൻ പറയാം, അത് ഒരു കോൺഫിഡൻസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും പഴക്കമുണ്ടായിട്ട് നമുക്ക് ഇത്രയും പറയാൻ പറ്റിയെങ്കിൽ ഇതൊക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് അവതരിപ്പിക്കാനും പറയാനായിട്ട് സാധിക്കും. 10th പ്ലസ് ടു ഒക്കെ ഇടയ്ക്ക് വെച്ച് ഈക്വാലൻസ് ഒക്കെ എഴുതിയിട്ട് പാസ്സായതാണ്. 9th കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരുപാട് ബ്രേക്കപ്പ് ആയിട്ട് അതിനുശേഷം 10th എഴുതിയെടുത്തു. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം പ്ലസ് ടു ഈക്വാലൻസ് എഴുതിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് വർഷമായിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ കുട്ടികളൊക്കെ ഇപ്പൊ ചെറിയ മോന് 10th ക്ലാസ്സിലാണ്. അപ്പൊ ഇനി ഒരു ശ്രമാവസ്ഥയിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് കയറുന്നത്. ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ നിക്കോ നോക്കാം എത്രത്തോളം പറ്റുന്നുള്ള. Your good name please sir. My name is Job. Job. Okay, have a nice day. Okay okay okay. Thank you. Ini Amrita. Yes, sir. Okay, how are you? Fine, sir. What about you, sir? Oh, very good, very good, very good. How do you feel 2025? What, man? What, sir? We can't hear. How do you feel about the 2025? I hope good, sir. Okay. What is your expectation about the 2025? Your dreams, your ambition. I want to become a good teacher, sir. Yes. Pardon. I want to become a good teacher. Yes. Yeah. Any more ambition? Any more dreams? Now that is the only one, sir. You have only one dream, that is to become a good teacher. Okay. Yeah. Amrita, you are coming from which district? Actually, I am from Kannur, sir, but now I am settled in Bangalore. My husband is working here. Oh, okay, 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 okay. Very good, very good. Okay. So I ask you one more question. When you are in the high school standard, which subject that you like most? Actually, social science is my favorite. Social science was your favorite subject. Why did you like? Okay, okay, okay. Why did you like social science as your favorite? Why did you like social science most? Because my social science teacher is my favorite one. Yes. Okay, okay, okay. My social science teacher is my favorite teacher. Okay, Amrita, okay, thank you. Okay. പലപ്പോഴും നമ്മൾ ജീവിതത്തിലെ പല വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നത് ചില ഒരു പ്രധാനപ്പെട്ട കാരണം ആ പഠിപ്പിക്കുന്ന ടീച്ചറിനോടുള്ള ഇഷ്ടമാണ് അല്ലേ? എപ്പോഴോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചപ്പോ നിങ്ങൾ ആ ഇംഗ്ലീഷ് പഠിച്ച ടീച്ചറിനോട് ചെറിയൊരു ഇഷ്ടക്കേട് ഉണ്ടായപ്പോ കുറച്ചു പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മാറി പോയി. നമുക്ക് ഇഷ്ടമുള്ള ടീച്ചറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ വിഷയം നന്നായിട്ട് പഠിക്കും. യെസ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. യെസ്. അതുപോലെ ഭാവിയില് നിങ്ങളെ കുറിച്ചും നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ പറയാൻ പറ്റണം, അന്ന് ആ നസീമ ടീച്ചറിന്റെ ക്ലാസ്സിലിരുന്നപ്പോ അല്ലെങ്കിൽ അമൃത ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരുന്നപ്പോ അന്ന് പഠിച്ചു, അന്നേ നോക്കി എനിക്ക് ഈ വിഷയത്തോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാൻ പറ്റും. അപ്പോ അത് എന്നും അവർ ഓർക്കുന്ന ഒരു സംഭവമായിരിക്കും. അപ്പൊ അത് വളരെ നല്ല കാര്യം. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾ കുട്ടികളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് പാകപ്പെടുകയാണ്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റെഡിയാക്കി. ഓക്കെ, അമൃത കണ്ടിന്യൂ. Thank you, sir. Okay. I ask you the question, Amrita, please give an introduction about yourself. Okay, sir. I am Amrita. Yes. I'm from Bangalore. Yes. My husband is working here. Yes. He's working at Landmark Group of Company. Yes. And I have 2 girls. Yes. My elder one is my inspiration because I have to become a teacher. Yes. She's the first student of me. Yes. Then
before only I love this profession very much. Yes, I had why? taken home tuition. There are so many professions to teach: lawyers, doctors, engineers, business executives, sales representatives. So, but do you like this teacher profession mostly? Why did you like this profession? Because I like to interact with children. Suppose that you are an advocate, you will get the chance to interact with others. What's that? Suppose that you are an advocate. Suppose. Okay. Will you get a chance to interact with others? Yeah. Then why did you select a teacher to become a teacher? Is there any Because- particular reason? Because children, they can make us happy. Yes, Yeah. they can make you happy. Okay. Yeah. Of course. Yes, പറഞ്ഞോളൂ തെറ്റിക്കോ പറഞ്ഞോട്ടെ കാര്യങ്ങൾ പറഞ്ഞോളൂ. Then I like the poem, stories, everything I like. Yes. Yeah. So you like poems, you like Yeah. stories. So Yeah. you want to teach them. You want to study them. After that, you want to teach them well. Okay. Yeah. Yeah. Then if you are a teacher, you will live in the minds of so many students. Yeah. So that is a very good thing. So you want to become a teacher. Yeah. Okay, very good, Amrita. Keep it up. Thank you. Very good, very Yeah, good. sir. Okay. Okay, very good. ഇനി അടുത്തത് സുരമ്യ എന്നല്ലേ പേര്? Yes, sir. Surya. I'm Surya. Okay. Suramya, you are coming from where? I'm coming from Kottayam district. Kottayam district. Okay. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ അക്ഷരജ്ഞാനമുള്ള ആളുകൾ താമസിക്കുന്ന നാടാണ് കോട്ടയം ജില്ല എന്ന് പറയുന്നത്. യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ സുരമ്യ. ഓക്കെ. Suramya, please give an introduction about yourself. I am Suramya S. Nair. I'm from Kottayam district. Yes. I have completed degree BSc Electronics. Yes. I have 2 children. Yes. My father is a sorry തെറ്റുണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം. നോ പ്രോബ്ലം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആദ്യമേ തന്നെ വിചാരിക്കുക, ഇവിടെ നമ്മൾ റീ ഓപ്പണിംഗ് ആരംഭിക്കണം. ഇത് നിങ്ങളും മാത്രം അടങ്ങുന്ന നിങ്ങളുടെ ചെറിയൊരു കുടുംബം, 74 കുട്ടികളുണ്ട്, നമ്മൾ നിങ്ങളുടെ പോകുന്നു. പലപ്പോഴും നമുക്ക് പറയാനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പറയാൻ പറ്റിയ ഒരു അവസരം കിട്ടാതിരുന്നൊരു വിഷമിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങളുടെ മുന്നിലൂടെ നല്ല നല്ല അവസരങ്ങൾ കടന്നു പോയപ്പോൾ ജീവിതത്തിന് തിരക്കുകൊണ്ട്, അല്ലെങ്കിൽ അന്നേരത്തെ എടുത്ത മോശമായ ചില തീരുമാനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ചില സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരില് അതിനോടൊപ്പം പോകാൻ പറ്റാത്തതിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? അപ്പൊ അവരോട് എല്ലാവരോടായിട്ടാണ് ഞാൻ പറയുന്നത്, ഓക്കെ പാർവതി ഉണ്ടാവില്ലേ? അപ്പൊ അവരോട് ഇപ്പൊ നമുക്ക് റീ ഓപ്പണിംഗ് കിട്ടിയേക്കുന്നു. ഇവിടെ നമ്മളതോട് പറയുന്നു, നമുക്കറിയാൻ പാടില്ല എങ്കിൽ അറിയാൻ പാടുള്ള പോലെ പറയുന്നു. ഓക്കെ. അപ്പൊ ഒരു കോൺഫിഡൻസ് നമുക്ക് വർദ്ധിപ്പിച്ചത് നമുക്ക് നാളെ നമുക്ക് കുട്ടികളുടെ മുന്നിൽ നിൽക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന, നമ്മളെ ജോലിക്ക് എടുക്കുന്ന അവർക്കും തോന്നണം, ഈ ടീച്ചർ കൊള്ളാം, ഇത് മതി എന്നൊരു തോന്നൽ അവരിൽ നമുക്ക് ഉണ്ടാക്കണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ ചെറുത് വലുത് എന്ന് നോക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. ഐ ആം ഓൾവേസ് സപ്പോർട്ടീവ്. യു ഓൾസോ കോഓപ്പറേറ്റ് വിത്ത് മീ. നമുക്ക് ഈ ഒരു വർഷം വളരെ രസകരമായി മുന്നോട്ട് പോവാം. ഓക്കെ, കുറച്ച് നല്ല കഴിയുമ്പോൾ റെഡിയാവും. ഓക്കെ. ഇപ്പൊ ഞാൻ 2 പേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, പോസിറ്റീവ്. നമുക്ക് വിശ്വാസത്തോട് മുന്നോട്ട് പോകാം. നല്ലത് മാത്രമേ സംഭവിക്കൂ. ഒരു രാത്രിയുണ്ടെങ്കിൽ ഒരു പകലുണ്ട്, ഒരു ദുഃഖമുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട്, ഒരു താഴ്ചയുണ്ടെങ്കിൽ ഇനി ഒരു ഉയർച്ചയുണ്ടാവും. ഇനിയും മെച്ചപ്പെട്ട അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു വരും. അപ്പൊ നമുക്ക് ചാടി പിടിക്കാനുള്ളതാണ്. ഓക്കെ, സുരമ്യ കണ്ടിന്യൂ. My father is Kerala Nelathari Darshan Sanghana. Yes.
that's inspired teaching profession. Yes. Okay. I would like teaching profession. Yes. Okay. My husband is working Ernakulam Yes. Info Park. Yes. Okay, sir. Okay, very good. That is all. All right. Okay, okay, okay. ഇനി ഞാനിപ്പോ എല്ലാവരുടെയും പേര് ഇതിനകത്ത് ഞാൻ നോക്കി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കണ്ട കുറച്ച് പേരുടെ പേരാണ് പറഞ്ഞത്. ആർക്കെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത് സാറേ ഞാൻ പറയാം, ഐ ഷാൽ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എന്ന് പറയാം. ഓക്കെ, റോഷിനി ധൈര്യമായിട്ട് വരൂ. റോഷിനി പറഞ്ഞോളൂ. My name is Roshni Kunjumon. Yes. Good morning, sir. First of all, Yes. thank you so much for giving me the opportunity to introduce myself. Very good, very good. Yes. My name is Roshni Kunjumon. I have completed my BA degree and Yes. hospital administration. Yes. I am coming from Adur, Pathanamthitta. Yes. My husband place is here, Adur, Pathanamthitta. My place is Kollam, East Kallada. Yes. I have I have completed this course. I have become a teaching profession. I like it. Yes. That's all, sir. That's all. Very good, very good, റോഷിനി. ഞാൻ റോഷിനിയുടെ ഞാൻ പറയാമെന്ന് പറഞ്ഞു വന്ന ആ ഒരു ധൈര്യമില്ലേ, I appreciate that. അതിന് ഞാൻ അഭിനന്ദിക്കുന്നു. Okay, very good, very good. Thank you. അടുത്തതാണ് next. Yes, sir. Good morning, sir. Yes, okay, okay. Meenu. Okay, Meenu, പറഞ്ഞോ. My name is Meenas Pradeep. Yes. I am coming from Alappuzha district in Cherthala. Yes. I am pass out in diploma in special education. Yes. I am work at special education in Good Shepherd Shadow Teacher. Very good, very good. My husband name is Pramod. He is working in Europe. Yes. I have 2 children. Yes. The elder boy is in UKG studying Yes. UKG. Yes. Okay, sir, fine. Okay, that is all about myself. Okay, very good, very good. Meenu. Good morning, sir. Yes. I am Rashida Fatima. I am Yes. from Idukki. Yes, I am completed my 10th standard. Now +2 NIS humanities student. Distance education. My Yes. mother is housewife. My father is ustad. My hobbies are singing, writing, editing, reading. I Okay. would like to become teacher. My strength is my family. That's all about myself. Okay, ഇതിന്റെ അകത്ത് റഷീദ് പറഞ്ഞതിന്റെ റഷീദ് അല്ല ഫാത്തിമ അല്ലേ? ഫാത്തിമ Rashida പറഞ്ഞതിന്റെ എന്തോ? Rashida Fatima. ഫാത്തിമ, റഷീദ ഫാത്തിമ. ഓക്കെ, പറഞ്ഞതിൽ 2-3 പോയിന്റ്സുകൾ ഉണ്ടായിരുന്നു. ഒരു കാര്യം എടുത്ത് പറഞ്ഞു, മൈ സ്ട്രെങ്ത് ഈസ് മൈ ഫാമിലി. വേറെ ആരും പറയാതെ എന്നൊരു കാര്യം അതിനകത്ത് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, അതിനകത്ത് വേറെ എന്താണ് പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞ പോയിന്റുകൾ ഒരെണ്ണം എനിക്ക് വളരെ ഇഷ്ടമായി. ഫാത്തിമ, റഷീദ ഫാത്തിമ. Yes, sir. ഒന്നുകൂടി പറഞ്ഞ പോയിന്റുകൾ. I am Rashida Fatima. I am from Idukki. I am completed my 10th standard. Now +2 student, humanities. My father is ustad. My mother is housewife. My hobbies are singing. ഓക്കെ, വെരി ഗുഡ്. ഞാൻ അവിടെ ചിന്തിച്ചത്. ഓക്കെ, അപ്പൊ വേറെ ആരും പറയാനുള്ള ഒരു പോയിന്റ് കൂടി ഫാത്തിമ പറഞ്ഞു. അതെന്താണ്? ഐ ഹാവ് എ ഹോബി, മൈ ഹോബീസ് ആർ എന്ന് പറഞ്ഞിട്ട് ഹോബി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഹോബിയെ കുറിച്ച് ഇവിടെ ഒരാൾ പറഞ്ഞത് കൊണ്ട് ഞാൻ അതിനോട് ചേർത്ത് വെക്കുന്ന ഒരു കാര്യം പറയുകയാണ്.
നമ്മളോട് ഇപ്പൊ ഹോബി ചോദിച്ചു കഴിയുമ്പോഴേ നല്ല ജോലികൾക്കൊക്കെ പോകുമ്പോൾ ഹോബി ചോദിച്ചു കഴിയുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്നത് ഉടനെ എടുത്ത് പറയും റീഡിംഗ് എന്ന് പറയും. റീഡിംഗ് എന്ന് പറയും. റീഡിംഗ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാതല്ല, പക്ഷേ അങ്ങനൊരു ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ചോദ്യം അതിനെ ബേസ് ചെയ്ത് വരും. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഇന്റർവ്യൂ മെമ്പർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്, എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾ ടോൾഡ് ദാറ്റ് മൈ ഹോബീസ് റീഡിങ്. അപ്പൊ അടുത്ത ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ആ ചോദ്യത്തിന് നമ്മളൊരു മറുപടി പറയേണ്ടി വരും. നമുക്ക് റീഡിങ് അല്ല ഹോബി, എന്നാലും നമ്മൾ വെറുതെ ഒരു ടൈം പാസിന് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നുണ പറയും. ഐ റീഡ് ഓട്ടോബയോഗ്രഫി. ഓക്കെ 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 യെസ് ലുലു ഫാത്തിമ. ഓക്കെ 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 ഞാൻ പേരുകളും കാര്യങ്ങളൊക്കെ പിന്നീട് അടുത്ത തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കട്ടെ. ഇപ്പൊ ഞാനിപ്പോ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണ്. യെസ് അപ്പോ അപ്പൊ നമ്മൾ പറയും ഐ റീഡ് ഓട്ടോബയോഗ്രഫി. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഈ ഇന്റർവ്യൂ ചോദിച്ചാൽ ചോദിക്കുന്നത് അദ്ദേഹം ഒരു 4-5 ഓട്ടോബയോഗ്രഫിയുടെ പേര് പറയും. ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. നമ്മളതൊന്നും വായിച്ചിട്ടില്ല. ലാസ്റ്റ് പുള്ളി പറയും നെയിം ദ ഓട്ടോബയോഗ്രഫി ദാറ്റ് യു ഹാവ് റെഡ് ലാസ്റ്റ്. നിങ്ങൾ ഏറ്റവും അവസാനം വായിച്ച ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണ്? അപ്പോഴും അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഹൃദയം കിടന്ന് അടിക്കാൻ തുടങ്ങും. നുണ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് പിടിക്കപ്പെടും. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു ഹോബിയോ അതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്നും അടുത്ത ചോദ്യവും ഉണ്ടാകും എന്നൊരു ചിന്ത എപ്പോഴും നമുക്ക് വേണം. അപ്പൊ എപ്പോഴും നമ്മൾ ഉത്തരത്തിൽ നിന്നാണ് അവരെപ്പോഴും കൂടി നമുക്ക് വേണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ലുലു ഫാത്തിമ വെരി ഗുഡ് വെരി ഗുഡ്, വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഇനി അടുത്തതാരാണ്? അരുണിമ. First of all, good morning, sir. Good morning, all. My name is Arunima Sreetho. I am 24 years old, married woman, and I have one child. Currently, I am living in Kottayam. Actually, my husband suggested this course to me, and I have already taken diploma in elementary education, DLED, and I have some teaching experience, and I hope this course will give me a career breaking through. Thank you. Okay, very good, very good, very good. Okay, yes. ഇനി അടുത്തതാരാണ്? Hi, sir. Yes, പറയൂ. I am Amrita Anish Babu. I am coming from Angamali. I have one child studying LKG standard. My husband is Anish Babu. Is working in Dubai. My father is working airport. My mother is working airport. Okay, thank you, sir. Okay, okay, that is all. Okay, 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 okay. Very good, very good. Who is next? Hello, good morning, sir. Yes. My name is Archana S. Nair, coming from Kottayam district in Vellore. My qualification in BA Economics, BCA and Diploma in Montessori. Yes. There are 3 members in my family. I have a son. My husband worked in Kottayam Collectorate. My ambition in a teacher. I would like a teaching profession. I like children so much. I have selected this profession. My son study in 5th standard. Yes. Thank you, sir. That is all. Okay. Okay, 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 okay. Very good, very good. Who is next? Hello, sir. Good morning. Good morning. Sir, my name is Prashanti. I'm coming from Kottayam. Yes. I'm completed my graduation at KE College, Manganam. Yes. I have I have one child. Yes. Her name is Anvia. Yes. My husband is a designer. Yes. He's working Dubai. Yes. My ambition is to become a teacher, Montessori teacher, because I like children so much. Thank you, sir. Okay, very good, very good. Okay, okay. Yes, വളരെ വളരെ കൂടിയിട്ടാണ് പറഞ്ഞത്. എപ്പോഴും അതൊരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മള് ഒരു സ്ഥലത്ത് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അഹങ്കാരത്തിന്റെ ഒരു ലാഞ്ചന നമ്മുടെ വാക്കുകളിൽ ഉണ്ടാകാൻ പാടില്ല.
അപ്പൊ അത് അവര് നോട്ട് ചെയ്യും. ഓ, ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും എന്ന് അവർ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും നമ്മുടെ വാക്കുകളില് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ വാക്കുകളിൽ ഒരിക്കലും അത് പറയാനായിട്ട് പാടില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ടു ബി ട്രൈ ടു ബി വെരി ഫെയ്ത്ത്ഫുൾ ആൻഡ് വെരി ഒബീഡിയൻറ്റ്. ഓക്കെ, ഓക്കെ സർ. വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കാനായിട്ട് പാടില്ല എന്നുള്ളതല്ല. നമ്മൾ നമ്മുടെ നിലപാട് ചില കാര്യങ്ങളിൽ എഗ്രി വിത്ത് പ്രൊട്ടസ്റ്റ്. ചില കാര്യങ്ങൾ നമുക്ക് എതിർപ്പോടുകൂടി അംഗീകരിക്കേണ്ടി വരും. എതിർപ്പുണ്ട്, പക്ഷെ അംഗീകരിക്കാതെ വേറെ മാർഗം ഉണ്ടാവില്ല. എഗ്രി ആൻഡ് പ്രൊട്ടസ്റ്റ്, എഗ്രി വിത്ത് പ്രൊട്ടസ്റ്റ്. പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് എഗ്രി അല്ലെങ്കിൽ ഒബേ, ദെൻ ഡിസഗ്രി. നമുക്ക് ചിലപ്പോൾ അനുസരിക്കേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷമേ ചിലപ്പോൾ അത് നമ്മൾ ചില ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും, പക്ഷെ നമുക്ക് അനുസരിക്കേണ്ടി വരും. ഓക്കെ, വളരെ ആ ഒരു രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. എപ്പോഴും അങ്ങനെ ആയിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, ഹു ഈസ് നെക്സ്റ്റ്? Good morning, sir. Okay, okay, Bini. Good morning, sir. My name is Yes. Bini Rajiva. I am already teacher. I am working Very in. good. I am Smart Abacus teacher and a school CBSE school teacher. Yes. My qualification is a BCom degree. Yes. My ambition is a teacher because Montessori class selected. Yes. Okay. I have two children. Yes. Two children and my husband. Okay. Yes. Okay, sir. Anything? Bini Raji? Bini, yes. No, here. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? കൂട്ടിച്ചേർക്കാനുണ്ടോ? No, no. No, no, no. Very good. But you want to become a teacher, but you selected BCom. Okay. Most of the BCom students, they become an accountant, banking. So you want to be a teacher, but you selected BCom. Why did you select BCom? My ambition is teacher. Okay. BCom teacher. Okay. I am already Abacus assistant trainer and Abacus teacher. And a school teacher, CBSE school teacher, 4th standard. I am study teaching. Teaching. Okay, okay, Billy. One more question. Which subject you suppose that you are appointed in a college? Which subject you want to teach? Is a subject is science. Okay, Science, social. You are a BCom graduate, so I thought that you were accountancy or business management, cooperation, just like that. Which subject is your favorite? It's a mathematics subject. Mathematics. Okay. Mathematics അറിയാവുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവരെന്നാണ് പറയുന്നത്. അപ്പൊ you are a genius. Okay. I am already Abacus teacher in school, working in a school. Very good, very good, very good. Yes, very good, very good. Okay, Bini, I like your innocence very much. Very good. Okay, thank you, sir. Thank you, thank you. Yes. Who is next? Good morning, sir. Good morning, sir. Okay, Sri Lakshmi, Jyoti കഴിഞ്ഞിട്ട് അവസരം തരാം കേട്ടോ. Okay, sir. Jyoti പറഞ്ഞോളൂ. Good morning, sir. Okay. Good morning, sir. I am Jyoti Lakshmi, coming from Kayangulam. Yes. I have two children, two daughters. My husband work in Kuwait. Yes. I am completed +2 and hotel management. I am work 6 years in hotel field. Now I am not working. So my kids are now. Sir, I don't know English. No, Jyoti, അതിനെ കുറിച്ച് വിട്ടേക്ക്. അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. What do you know? അത് തന്നെ വേണ്ടത്. Yes, പറഞ്ഞോളൂ. തെറ്റിക്കോട്ടെ. No problem. തെറ്റി ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞതിന് കുറെ പേരുടെ ഗ്രാമറും എന്നൊക്കെ പെടാം. അത് ആ വശത്തേക്ക് നമ്മൾ കാരണം നമുക്ക് കോൺഫിഡൻസ് അത് ഉണ്ടാക്കാന്നുള്ളതാണ്. My daughter studying 6th standard. Elder daughter is 1.5 years. Yes.
So I like she control and so I don't know, sir. Okay, It's very good, very good. ജ്യോതി പറഞ്ഞതിന് okay. വളരെ മനോഹരമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ Okay, ഓക്കെ. അത് okay, പറയാൻ thank you, വേണ്ടി sir. കാണിച്ച ധൈര്യത്തിനും പറയാൻ ഇനി കിട്ടാണ്ട് വന്നപ്പോ തുറന്നത് എനിക്ക് പറയാൻ Sir, പറ്റുന്നില്ല my കാണിച്ച sir, ധൈര്യത്തിനും. sir, my daughter study in ICC school. She Yes, fluently speak in English. yes, I okay, like. okay. Okay, Yes, thank okay, you. okay, very good, very good. Yes. Okay, Hello. ജ്യോതി ശ്രീലക്ഷ്മി പറഞ്ഞോളൂ. ശ്രീലക്ഷ്മി പറഞ്ഞോളൂ. Okay, sir. Good morning. Good morning. I am Sri Lakshmi from Kollam district. I Yes, have completed PPTTC and TTC. yes, I have 2 children. Currently, yes, I am at Oman with my husband. yes, He is working at a consultancy here as a yes, surveyor. I like teaching profession because it's my passion, sir. yes. Why did you like the profession to be a teacher? Because I like teaching. Yes, a teacher's job is a licious job എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എല്ലാ കാര്യത്തിലും ശരിയാവുന്നില്ല, നിങ്ങൾക്ക് പറയുന്നതാണ്, തമാശ എടുത്താൽ മതി. അങ്ങനെ 365 ദിവസം എല്ലാത്തിനും മാത്തമാറ്റീഷ്യൻ പറഞ്ഞില്ല, ബിനിയും കൂട്ടിക്കോട്ടെ, കണക്ക് കൂട്ടിക്കോ. അങ്ങനെ ഒരു വർഷം 365 ദിവസം. ആ 365 ദിവസത്തില് 52 ശനിയാഴ്ച, 52 ഞായറാഴ്ച. അപ്പൊ 365 നിന്ന് 104 മൈനസ് ചെയ്യാം, ബാക്കി എത്ര കിട്ടും? 261. 261. ഓക്കെ, പിടിച്ചോ. ഓക്കെ ഓക്കെ. ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ദിവസം, ക്രിസ്തുമസ് കഴിഞ്ഞാൽ 10 ദിവസം. അപ്പൊ 10ഉം 10ഉം 20. പിന്നെ ശമ്പളത്തോടു കൂടി ക്യാഷ്വൽ ലീവ് ഒരു 10 ദിവസം. അപ്പൊ ഒരു 30 കൂടി മൈനസ് ചെയ്യും, 261. ഇനി മന്നം ജയന്തി, അത് ഇത് അങ്ങനെയൊക്കെയുള്ള അവധികൾ വരുമല്ലേ, അതൊരു 15 അവധിയോളം വരും. 5 പോട്ടെ, ബാക്കി ഒരു 10 പിടിക്കും. അപ്പോ ആ ഒരു 10 കൂടി മൈനസ് ചെയ്യും, 51. ഇനി ക്രിസ്തുമസ് മധ്യവേനല അവധി 60 ദിവസം, അത് മൈനസ് ചെയ്യും, 60 മധ്യവേനല അവധി, ഏപ്രിൽ മെയ്. ബാക്കി എത്രയുണ്ട്? 191. ഇനി ടീച്ചർ പ്രസിഡന്റ് ആണെങ്കിൽ 6 മാസം ശമ്പളത്തോടു കൂടി അവധി. Acha. 6 മാസം. പണിയെടുക്കാൻ ദിവസവും ഇല്ല അല്ലേ ടീച്ചർമാരെ? യെസ്, അതുകൊണ്ട് പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയുന്ന ഒരു ഫ്രേസ് ആണ് ടീച്ചേഴ്സ് ജോബ് ഈസ് ലിഷ്യസ്. ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ തമാശക്ക് പറയാനേ പറ്റുള്ളൂ. ടീച്ചർമാർക്ക് വേറെയും ഒരുപാട് സർവേ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും. അങ്ങനെയുള്ള ഇത് ഞാൻ ഈ പറഞ്ഞത് മുഴുവനും ഗവൺമെന്റ് ടീച്ചർ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഗവൺമെന്റ് സെക്ടർ ആണെങ്കിൽ ഇതൊക്കെ ലഭിക്കുന്നു. ഓക്കെ ഓക്കെ. ഇനി പിന്നെ നമ്മൾ പറയും ലോയേഴ്സ് പ്രൊഫഷൻ ഇസ് ലയേഴ്സ് പ്രൊഫഷൻ. ഒരു വക്കീലിന്റെ ജോലിയാണെങ്കിൽ അതൊരു നുണയന്റെ ജോലിയാണ്. ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് ആരായിരിക്കും? വക്കീലന്മാരാണ്. കാരണം അവർക്ക് അവരുടെ കക്ഷികളെ രക്ഷിക്കണമെങ്കിൽ ചില നുണകൾ പറഞ്ഞേ പറ്റും. ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദർ പ്രൊഫഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുന്നതാണ്. ഓക്കെ, ലെറ്റ് us കണ്ടിന്യൂ. വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അടുത്ത ആരാണ്? Good morning. Good morning, sir. Good morning. I am Rinda Varghese. Yes. I am from Changamanadu in Ernakulam district. Changamanadu? Yes. Oh, Malayali Changamanadu. Okay, very good. I have completed in draftsman civil. Yes. And also completed in IAD graphics. Yes. I have 2 years experience in AutoCAD draftsman civil. Yes. I belong to a joint family. Yes. My ambition is a teacher.
Yes. Because I very like to children. Yes. Okay, thank you, sir. Okay, Rinda, when you are in high school student, who was your favorite teacher? Biology. Favorite teacher is biological agenda. A favorite teacher when you suppose that you want to become a teacher, suppose that you become a teacher, who will be your role model? ടീച്ചറായിട്ട് മാറുകയാണെങ്കിൽ ഇതുപോലെയുള്ള പഠിപ്പിച്ച ടീച്ചർമാര് സാറന്മാരിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾക്കൊരു മോഡലായിട്ട് ആരെങ്കിലും one Ammini teacher. Ammini teacher. Ammini teacher. Why did you select her as your role model? Why? She is a very learning is very easily. Yes. Ammini teacher is very intelligent. Yes, intelligent. Okay. And very lovely for children. She is very loving. Yes. Affectionate. Okay. Any other quality that you find in a teacher? Easy learning and studying. Yes. മറ്റത് എന്റെ മനസ്സിലൊന്ന് കണക്കൂട്ടി വെച്ചിട്ടാണ് പറയാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ഇതിപ്പോ കണക്കൂട്ടായ തത്സമയം പറയുന്നു. ഞാൻ അതാണ് ഞാൻ വിളിച്ചു ചോദിച്ചതാണ്. ഓക്കെ 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 ഓക്കെ. മറ്റേ നമ്മളൊരു മുൻകരുതലുണ്ട്, ഇന്ന കാര്യങ്ങൾ വരും. ചില സമയത്ത് നമുക്ക് എക്സ്പെക്ടഡായിട്ട് ചില ചോദ്യങ്ങൾ വരും. അത് നിങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഓക്കെ അതിന്റെ മ്യൂട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇന്ത്യൻ എയർഫോഴ്സ് പോലെയുള്ള സായുധ സേനയുടെ എല്ലാം ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളോട് ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഞാനൊരു ചോദ്യം പറയാം. വെൻ ഐ വാസ് നിയർലി 26 ഒക്കെ എനിക്കൊക്കെ പ്രായമുണ്ടായ സമയത്ത് മൈസൂരിൽ വെച്ച് നടന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കാം. അപ്പോ അത് കുറച്ച് ധൈര്യമുള്ള റിൻഡിനെ തന്നെ വിളിക്കാം. റിൻഡ, you just imagine that you are an officer of very a great officer in government of India service. നിങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഒരു മ്യൂട്ട് ചെയ്തോ. ഓക്കെ ഓക്കെ, ഉത്തരം പറയാതെ വന്നാൽ മതി. ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥയാണെന്ന് വിചാരിക്കുക. ആൻഡ് യു ആർ പാസിംഗ് ബൈ ദ സൈഡ് ഓഫ് എ റിവർ. നിങ്ങളൊരു നദിയുടെ സമീപത്ത് കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. സഡൻലി യു സീ എ ബേബി സിങ്കിങ് ഇൻ ദ വാട്ടർ. നിങ്ങൾ അവിടെ നോക്കിയപ്പോൾ നിങ്ങൾ കാണുന്നു ഒരു ചെറിയ കുട്ടി വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങി താന്നുകൊണ്ടിരിക്കുകയാണ്. ദർ ഈസ് നോബഡി നിയർ ബൈ. അടുത്ത ആരുമില്ല. ഒരു സഹായത്തോടെ ഇതൊക്കെ വിളിക്കേണ്ട ആരുമില്ല. യു ആർ അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ സെക്കൻഡിലും ആ ഒരു കുട്ടിയുടെ ജീവൻ അപകടത്തിലേക്കാണ്. ആൻഡ് യു ആർ അലോൺ ദൈല. സോ വാട്ട് യു വിൽ ഡു? നിങ്ങൾ എന്ത് ചെയ്യും? ഇത് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിന് ആൻസർ പറയാൻ ശ്രമിക്കുമ്പോൾ അവര് ഉടനെ നമ്മളെ കൊണ്ട് ആൻസർ പറയിപ്പിക്കുക. അതിന് മുമ്പ് അവർ പറയും ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് യു ആർ എ ഗ്രേറ്റ് ഓഫീസർ. അപ്പൊ അവര് 4-5 പേര് ഇങ്ങനെ നിലനിൽപ്പുണ്ടാവും. അപ്പൊ നമ്മുടെ ഓരോ ബോഡിയുടെ ലാംഗ്വേജും അനുസരിച്ച് അവര് നമുക്കുള്ള മാർക്കുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കും ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമാണെന്ന്. അവരിങ്ങനെ ചോദിക്കുമ്പോഴും നമ്മൾ ഉത്തരം പറയുന്ന രീതി, ഉത്തരം പറയാനെടുക്കുന്ന സമയം, ഉത്തരം പറയാനെടുക്കുന്ന മാനർ, ഇതെല്ലാം വെച്ച് ദേ ആർ കാൽക്കുലേറ്റിംഗ്. അവർക്ക് പറ്റിയ ആളാണോ ഇത് എന്ന് അവര് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ ഓർഡർ വരും. യെസ്. അപ്പൊ ഇന്റർവ്യൂവിൽ 20 മാർക്ക് ഉണ്ടെങ്കിൽ ആ 20 മാർക്കിൽ എത്ര കൊടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. യെസ്. അപ്പൊ ഞാൻ ചോദ്യം ഇതാണ്. റിൻഡ, യു ആർ ദ ഓഫീസർ and you are passing by the side of this river and you are alone and you suddenly you see a baby sinking in the water. What you will do? I help the children in protecting them. You don't know how to sing. നിങ്ങൾക്ക് നീന്താൻ അറിയില്ല.
ഞാനത് പറയാൻ വിട്ടുപോയതല്ല. ഓക്കെ, ഞാനിപ്പോ പറയാന്ന് വിചാരിച്ചോ. യു ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക്. വാട്ട് യു മലയാളത്തിൽ പറയാമോ? ആ പറഞ്ഞോ. ഇപ്പൊ ഏതായാലും ആദ്യം ഫോണിലാണല്ലോ, ഫോണിലൊന്നില്ലെങ്കിൽ എമർജൻസി വിളിക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യത്തില് നമുക്ക് ഇത് എന്നോട് ചോദിച്ചത് വർഷങ്ങൾക്കുമ്പാണ്. അപ്പൊ അന്ന് ഇതില്ല, ഈ മൊബൈലൊന്നും ഇല്ല, ഇത് കാലഘട്ടമുള്ളൂ. അപ്പൊ അതിലൊരു അന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു മൊബൈൽ ഫോൺ ഇല്ലാതിരുന്ന കാലഘട്ടമുള്ളൂ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അപ്പൊ കയ്യിലാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ റിന്നെ കഷ്ടപ്പെടുത്തുന്ന ഓരോ സെക്കൻഡുകളുടെ കുട്ടി മരിക്കാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടി കിടക്കുന്നത് മഞ്ഞയിലാണ്. അടുത്തുള്ള ആരെങ്കിലും വിളിക്കാനും പറ്റൂല. അടുത്ത ആരും ഇല്ല, വിളിക്കാൻ പറ്റാനില്ല, അടുത്ത ആരും ഇല്ല. നമ്മള് എന്തായാലും ചാടി രക്ഷപ്പെടും. നമ്മള് മരിച്ചാലും ആ കുട്ടീന്റെ ജീവൻ രക്ഷപ്പെടുത്തും. യെസ്, എങ്ങനെ എന്ത് ചെയ്യും? റിന്നൊക്കെ നീന്താൻ അറിയില്ല. റിന്നെ ചാടിക്കഴിഞ്ഞാൽ ഇനി വരുന്ന ആള് കുട്ടിയെ രക്ഷിക്കണം, റിന്നെയും രക്ഷിക്കണം. സർ റോപ്പിട്ട് കൊടുക്കാൻ പാടില്ലേ? റോപ്പിട്ട് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഒരു സാധ്യത പ്രശാന്തി പറഞ്ഞത് റോപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഓരോരുത്തർ അവരൊക്കെ അനുസരിച്ച ഉത്തരങ്ങളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരാൾ റോപ്പിട്ട് കൊടുത്തുവിടെന്ന് പറഞ്ഞു. യെസ്, പുഴക്കരായതുകൊണ്ട് എന്തെങ്കിലും കമ്പ് ഉണ്ടാവുമായിരിക്കും, അപ്പൊ അത് ഇട്ട് കൊടുക്കും. അപ്പോ ഫാത്തിമ പറയുന്നു പുഴയായതുകൊണ്ട് എന്തെങ്കിലും കമ്പ പോലെ ഉണ്ടാവും, അതിട്ട് കൊടുത്ത് നമുക്ക് രക്ഷപ്പെടുത്താം. ഓക്കെ, ഒരു ബോട്ടിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതെടുത്ത് വേഗം എന്തെങ്കിലും ഒക്കെ കെട്ടിയിട്ട് അതിൽ ചാടായിരുന്നു, അല്ലെങ്കിൽ ഷാളോ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടെങ്കിലും കുട്ടീനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കായിരുന്നു. ഓക്കെ, അപ്പൊ വേറെ ഒരു ചാൻസ് ആണ് നസീമ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ, ഒരു മാതൃത്വമാണ് അവിടെ വന്നത്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഷാളോ ബോട്ടിലോ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഓക്കെ, യെസ് സാർ. ചിലപ്പോ ഹലോ സാർ, ചിലപ്പോ ഒരു കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. പുഴയ്ക്ക് എത്രത്തോളം ആഴം ഉണ്ട് നമുക്കറിയില്ലല്ലോ. അപ്പൊ മാക്സിമം നമുക്കൊന്ന് കുറച്ച് ദൂരം ചിലപ്പോ അടുത്തൊക്കെ ആണെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് ശ്രമിച്ചു നോക്കാലോ. റീജാന്റെ ലോജിക്കായിരുന്നു അഷ്ടൂടെ കടന്നുപോയി. ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് താഴ്ചയായിരിക്കാം, ഒരു മുതിർന്ന ആളെ സംബന്ധിച്ച് അതൊരു താഴ്ചയില്ല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളുടെ ചിന്ത എങ്ങനെ വെറൈറ്റി ആയിട്ട് പോട്ടെ. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. സാർ നമ്മളോട് അത് നമുക്ക് ഇമാജിനേഷൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഇന്റലിജന്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് നമുക്ക് ആ ടൈമിൽ എന്ത് ഉത്തരം കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ചോദിക്കുന്നത്, പ്രിയങ്കയാണ് കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ ഇരിക്കണമെന്ന് വിചാരിക്കും. ഓക്കെ സാർ. എന്തുത്തരം പറയുമായിരുന്നു പ്രിയങ്ക? ഇതുള്ളൂ, അല്ലാണ്ട് പ്രിയങ്ക വേറെ പറഞ്ഞിരുന്നു. പ്രിയങ്ക ഒരു ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നു, അവിടെ ചെന്നിരിക്കുന്നു, അവര് ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യം അവിടെ നിൽക്കട്ടെ, ഞാൻ ഇതിലും വേറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അടുത്ത ക്ലാസ് നമുക്ക് പറയാം. ഓക്കെ, ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. അപ്പൊ പ്രിയങ്കയാണ് അവിടെ ഇരിക്കുന്നത് വിചാരിക്കും. എന്ത് ഉത്തരം പറയും പ്രിയങ്ക? പ്രിയങ്കയോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ ഈ ജോലിക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് പുറത്ത് പ്രകടിപ്പിക്കുന്ന, ഉള്ളിൽ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളായിട്ടുള്ള നമുക്ക് പോണേ. ഇത് ഇന്റർവ്യൂ പാസ്സായി ജോലി കിട്ടുന്നു, ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനത്തിൽ പോകുന്നതൊക്കെ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഈ മോണ്ടിസോറിയുടെ ക്ലാസ് നിങ്ങൾ ഇരിക്കുമ്പോഴും ടീച്ചർ ആവുന്നതും പഠിപ്പിക്കുന്നതും നമ്മൾ സ്വപ്നം കാണുന്നില്ലേ? APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ നമുക്ക് സ്വപ്നങ്ങൾ കാണാം. എന്താണ് സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ APJ അബ്ദുൽ കലാം പറയുന്നത് ഉറങ്ങുമ്പോൾ കാണുന്നതിന്റെ സ്വപ്നം, ഉറങ്ങാതിരിക്കുമ്പോഴും ചില ചിന്തകൾ നമ്മളിങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള സ്വപ്നം. അത് നമ്മുടെ പാഷനാണ്. അപ്പൊ എയിം നിയർ ദ സ്റ്റാർ ദെൻ വി ക്യാൻ റീച്ച് അബോവ് ദ ട്രീ. ആകാശത്തോളം നമുക്ക് സ്വപ്നം കാണാം, മരത്തിലും മുകളിലെങ്കിലും നമുക്ക് എത്തണമെങ്കിൽ. അപ്പോ പ്രിയങ്ക പറയും, പ്രിയങ്ക ഒരു അവസരം തന്നില്ല അന്ന് പ്രിയങ്കില്
പറയരുത്. പ്രിയങ്കയാണ് കാൻഡിഡേറ്റ്. അതെ, അതിൻ്റെ അകത്ത് നിങ്ങൾ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ടെൻഷൻ അറിയാൻ പറ്റുള്ളൂ. അവരിയ്ക്കുന്നത് 4-5 പേരാണ്, 5-6 പേരാണ്. അത് ചിലപ്പോൾ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യം ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ബുദ്ധിപരമായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരുപാട് തലങ്ങളുണ്ടാവും. ആകാശത്തിന്റെ കീഴെയുള്ള എന്ത് വിഷയത്തെ കുറിച്ചും അവർക്ക് നമ്മോട് ചോദിക്കാം. ഞാൻ ഓക്കെ, അത് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഇനി ഒരു കൊല്ലം കിടപ്പുണ്ടല്ലോ, നമുക്ക് പറയാം. ഓക്കെ, പ്രിയങ്കയാണെങ്കിൽ എന്ത് പറയുമല്ലോ? അങ്ങനെ ചോദിച്ചാൽ സാർ നമ്മൾ എന്തെങ്കിലും ഒരു ഓക്കെ, എന്തെങ്കിലും ഒരു എന്താണെന്നാണ് ചോദിച്ചത്. പ്രിയങ്കനെ മനസ്സിൽ വന്ന ആ എന്തെങ്കിലും ഒരു എന്താണ്? മാക്സിമം നമ്മള് ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. യെസ്, ഓക്കെ, നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അല്ല സാറേ, ഒരു മുന്നേർക്കും ഇല്ലാതെ ഇയാളെ എന്ത് കണ്ടിട്ടാണ് ഇന്റർവ്യൂവിന് ഇങ്ങനെ ഒരു ജോലി കിട്ടുമ്പോ അയാൾക്ക് കുറച്ച് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ? കുറച്ച് ഞാനിപ്പോ ഇത് മൈസൂർ വെച്ച് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഓഫീസിൽ വെച്ചാണ് ഇതിന്റെ ഇന്റർവ്യൂ ഞാൻ പങ്കെടുത്തത്. അപ്പോ നമ്മുടെ ഓരോ വർഷത്തെയും, അതായത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിന്റെയും മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി അയച്ചു കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് അവര് ഏറ്റവും നല്ല കുറച്ചുപേരെ സെലക്ട് ചെയ്യുള്ളൂ. അല്ലാതെ മാർക്ക് ഡിഗ്രി പാസ്സായ ഓരോ വർഷത്തെയും കോപ്പി. അത് അവർക്കൊരു നമ്മുടെ ബ്രില്യൻസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്, ഉയർച്ചയുണ്ടോ, എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. സപ്ലി എത്ര എഴുതിയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി അതനുസരിച്ച് സെലക്ട് ചെയ്യണം. അന്ന് അങ്ങനെയാണ്. ഇപ്പൊ അത് മാറ്റം വന്നു അന്ന്. അപ്പൊ ഞാനും വിചാരിച്ചു, ഞാൻ 4 മലയാളീസ് ഞാൻ അവിടെ നോക്കിയപ്പോ കണ്ടോളൂ, മൈസൂരിൽ നോക്കിക്കഴിഞ്ഞപ്പോ. അപ്പൊ ജോലി അതെനിക്ക് കിട്ടിയില്ല കേട്ടോ. പക്ഷെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാനിപ്പോ നിങ്ങൾക്ക് വിട്ട് തരികയാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ അന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചത്, നേരത്തെ ഒരാള് റെജി പറഞ്ഞ പോലെ ചാടി രക്ഷപ്പെടുത്തുക എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഉത്തരം നമ്മളെപ്പോഴും അവർ പറയിപ്പിച്ചു. ഉത്തരം പറയുക എന്നുള്ളതല്ല, അവർ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ ആരാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ അവർ ചോദിച്ച വേറെയും ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്ത മൺഡേ കാണാം, മൺഡേ രാവിലെ കാണാം. സോ നിങ്ങളുടെ സഹകരണം നല്ലതായിരുന്നു. ഇതുപോലെ നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരു മെച്ചപ്പെട്ട ലെവലിലേക്ക് നിങ്ങൾ വരും. അപ്പൊ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എന്നോടൊപ്പം തന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ കൂടി നേർന്നുകൊണ്ട് നന്മകൾ മാത്രം നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് we will meet in the next class. Okay? Okay, thank you, sir. കടന്നു പോയത് അറിഞ്ഞില്ല. Thank you, sir. Okay, welcome. Thank you, sir. Okay. Thank you, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir.